അഞ്ചാം ക്ലാസ്സിലെ വാർഷിക മൂല്യനിർണ്ണയം 2015-16 വർഷത്തെ കണക്കിൻ്റെ ചോദ്യപേപ്പറാണ് വിശദീകരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് 8 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരം വരയ്ക്കുക. ഇത് വരയ്ക്കാൻ എന്ത് ചെയ്താൽ മതി? നമ്മൾ ആദ്യം സ്കെയിലിൽ 8 സെൻറ്റിമീറ്റർ എടുത്ത് വരയ്ക്കുക. അതിനുശേഷം പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രിയിൽ അതിൻ്റെ ഒരറ്റത്ത് മാർക്ക് ചെയ്യുക. ആ ഒരു ഡോട്ടിലൂടെ ഒരു വര വരയ്ക്കുക. അതുപോലെ തന്നെ അടുത്ത എൻഡിലും പ്രൊട്ടാക്ടർ ഉപയോഗിച്ച് 90 ഡിഗ്രിയിൽ മാർക്ക് ചെയ്തിട്ട് അതിലെ മാർക്ക് ചെയ്യുക. അതിനുശേഷം 8 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് 6 സെൻറ്റിമീറ്റർ സ്കെയിലിൽ മെഷർ ചെയ്യുക. 6 സെൻറ്റിമീറ്റർ. അതുപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കും 6 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് ഒരു മാർക്ക് ചെയ്തിട്ട് അത് തമ്മിൽ യോജിപ്പിക്കുക. ഇതാണ് 8 സെൻറ്റിമീറ്റർ നീളം, 6 സെൻറ്റിമീറ്റർ വീതിയിൽ. അപ്പം മുകളിലും നമുക്ക് എത്ര തന്നെ കിട്ടും? 8 സെൻറ്റിമീറ്റർ. അങ്ങനെ എന്ത് കിട്ടും? ഒരു ചതുരം കിട്ടും. അപ്പോൾ ഇത് വരയ്ക്കാനാണ് ആദ്യത്തെ ചോദ്യം. 8 സെൻറ്റിമീറ്റർ നീളവും 6 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ചതുരം വരയ്ക്കുക. അടുത്ത ചോദ്യം, ചതുരത്തിൻ്റെ എതിർമൂലകൾ യോജിപ്പിച്ച് 2 വരകൾ വരയ്ക്കുക. ചതുരത്തിൻ്റെ എതിർമൂലകൾ എന്ന് വെച്ചാൽ ഈ മൂലയും ഇങ്ങനെ 4 മൂലകളാണുള്ളത്. എതിർമൂല വെച്ചാൽ ഈ മൂലയും ഇതിൻ്റെ എതിർമൂല ഇങ്ങോട്ടേക്ക്. അപ്പോൾ ഇങ്ങോട്ടേക്ക് സ്കെയിലും പെൻസിലും ഉപയോഗിച്ചിട്ട് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ 2 മൂലകളും ഇങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ഇത് രണ്ടും കൂടി ഇൻ്റർസെക്റ്റ് ചെയ്യുന്നൊരു പോയിന്റ് കിട്ടും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ ചോദ്യം. ചതുരത്തിൻ്റെ എതിർമൂലകൾ യോജിപ്പിച്ച് 2 വരകൾ വരയ്ക്കുക. എന്നാണ് മൂന്നാമത്തെ ചോദ്യം. സി, ഈ വരകൾ വ്യാസമായി വരത്തക്ക വിധം ഒരു വൃത്തം വരയ്ക്കുക. വ്യാസമായി വരത്തക്ക വിധം വൃത്തം വരയ്ക്കുക വെച്ചാൽ കോമ്പസ് എടുക്കുക. കോമ്പസിൻ്റെ പിൻ പോയിന്റ് ഇവിടെ വെക്കുക. ഈ ദൂരം ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം എല്ലാം സെയിം ആണ്, തുല്യമായ ദൂരമാണ്. അപ്പം ഇവിടെ പെൻസില്, ഇവിടെ കോമ്പസിൻ്റെ പിന്ന് വെക്കുക. ഇവിടെ പെൻസിൽ വെച്ചിട്ട് ഈ ഒരളവ് എടുക്കുക. എന്നിട്ട് നമ്മളിങ്ങനെ ഈ 4 മൂലയിൽ കൂടെയും പോകുന്ന ഒരു വൃത്തം വരയ്ക്കുക. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ ഒരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് റേഡിയസ് ആണ്, ആരം. ഈ മൂല തൊട്ട് ഈ മൂല വരെയുള്ള ദൂരം വ്യാസം. ഇതിൻ്റെ ഇരട്ടിയാണല്ലോ, ഇതും തുല്യ ദൂരമാകുമ്പോൾ ഇരട്ടിയായി, അപ്പോൾ വ്യാസമായി. അങ്ങനെ ഒരു വൃത്തം വരച്ചു. ഇപ്പോൾ 4 മൂലയിൽ കൂടിയും ഡയമീറ്റർ, റേഡിയസിൻ്റെ ഇരട്ടിയാണ് എന്ത്? ഡയമീറ്റർ. അപ്പോൾ ഡയമീറ്ററിൽ നമ്മളൊരു വൃത്തം വരച്ചു കഴിഞ്ഞാൽ ഈ 4 മൂലയിൽ കൂടെയും മാത്രം ടച്ച് ചെയ്യും. ഇതിൻ്റെ ഉള്ളിലും ടച്ച് ചെയ്യില്ല, പുറത്തേക്ക് ടച്ച് ചെയ്യാതെയും പോവില്ല. കൃത്യമായിട്ട് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്തായി? പൂർത്തിയായി. എന്താണ് ആദ്യത്തെ ചോദ്യം? 8 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്ററിൽ ഒരു ചതുരം വരച്ചു. പിന്നെ എതിർ മൂലകൾ യോജിപ്പിക്കുക. പിന്നെ എതിർമൂല ഈ വരകൾ വ്യാസമായ വരത്തക്ക വിധം വൃത്തം വരച്ചു. ആ പ്രവർത്തനം 1 പൂർത്തിയായി. ഇനി പ്രവർത്തനം 2 എന്താണെന്ന് നോക്കാം. ഇതാണ് പ്രവർത്തനം 2. ചതുരം 3, ചതുരം 2, ചതുരം 4. അപ്പോൾ ചതുരം 1 ഇതാണ് ചതുരം 1, ചതുരം 2, ചതുരം 3, ചതുരം 4. ചതുരം 1ൽ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ചതുരം 1ൽ 5 സെൻറ്റിമീറ്റർ നീളമുണ്ട്, 10 സെൻറ്റിമീറ്റർ ലെങ്ത് ഉണ്ട്, 10 സെൻറ്റിമീറ്റർ ബ്രെഡ്ത്ത് ഉണ്ട്. ചതുരം 2ൽ 24 ചതുരശ്ര സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, പരപ്പളവ് എന്ന് പറയുന്നത് 24 എന്ന് തന്നിട്ടുണ്ട്. ചതുരം 3 ഒന്നും തന്നെ തന്നിട്ടില്ല. ഉണ്ട്, ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് നീളം 20 സെൻറ്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ചതുരം 4ലോ, ചതുരം 4ഉം ചതുരം 3ക്കും ആയിട്ടൊരു നീളം തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇത് 20 ആണെങ്കിൽ ഈ താഴത്തെ ഇവിടം തൊട്ട് ഇവിടം വരെ എത്ര തന്നെയായിരിക്കും? 20 ആയിരിക്കും. പിന്നെ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള വീതി 10 ആണ് തന്നിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള
നീളവും എന്ത് തന്നെയായിരിക്കും? 10 ആയിരിക്കും. അതൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി ചിത്രത്തിൽ ഒരു ചതുരത്തെ 4 ചതുരങ്ങളായി ഭാഗിച്ചിരിക്കുന്നു. അപ്പോൾ ഇവിടെ ചിത്രത്തിൽ തന്നിരിക്കുന്ന ഒരു വലിയ ചതുരമാണ്. ഈ വലിയ ചതുരത്തെ എന്താക്കി? 4 ഭാഗമാക്കി എന്നാണ് പറയുന്നത്. ഇനി ഒന്നാമത്തെ ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ചതുരത്തിന്റെ പരപ്പളവ് എത്ര? ഇതാണ് ഒന്നാമത്തെ ചതുരം. ചതുരം 1 കണ്ട. ചതുരം 1ന്റെ പരപ്പളവ് ഏരിയ എത്ര? ഏരിയ കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് അല്ലേ? നീളവും വീതിയും ഗുണിക്കുക. ഇവിടെ ലെങ്ത് എത്രയാണ്? ലെങ്ത് 6 സെൻറ്റിമീറ്റർ, ബ്രെഡ്ത്ത് 10 സെൻറ്റിമീറ്റർ അല്ലേ? ഓക്കെ, അപ്പോൾ 6ഉം 10ഉം കൂടി ഗുണിച്ചാൽ എത്രയാ? 6ഉം 10ഉം കൂടി ഗുണിച്ചാൽ 5×6 60. അപ്പം ഈ ചതുരത്തിൻ്റെ പരപ്പളവ് എന്ന് വെച്ചാൽ 5×6 60 ചതുരശ്ര സെൻറ്റിമീറ്റർ, സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയും. ഓക്കെ, എന്നാണ് 60 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലെ ചതുരശ്ര സെൻറ്റിമീറ്റർ എന്ന് പറയാം. ഇനി അടുത്തത് രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും കണക്കാക്കുക. രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളവും വീതിയും. രണ്ടാമത്തെ ചതുരത്തിൻ്റെ നീളം എന്ന് പറയുന്നത് ഇവിടെ അടിയിലുണ്ട്. എത്രയാണ്? 6. അപ്പം അത് തന്നെയാണ് നീളം. വീതി എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ 24 തന്നിട്ടുണ്ട്. 6നോട് ഏതുകൊണ്ട് ഗുണിച്ചാൽ നമുക്ക് 24 കിട്ടും? 6ഉം 7ഉം തമ്മിൽ ഗുണിച്ചാലാണ് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഏരിയ അല്ലേ? നീളവും വീതിയും ഗുണിച്ചാൽ പരപ്പളവ് കിട്ടും. ഇവിടെ പരപ്പളവാണ് തന്നിരിക്കുന്നത് 24. 6നോട് എന്തുകൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടുമെന്ന് ആലോചിക്കുക. എന്തുകൊണ്ട് ഗുണിച്ചാലാണ്? അല്ലെങ്കിൽ 24നെ 6 കൊണ്ട് ഹരിച്ചാൽ മതി. 24നെ 6 കൊണ്ട് ഹരിക്കുക. 24ൽ എത്ര 6 പോകും? 24ൽ എത്ര 6 പോകും? 4 അല്ലേ? 6 4s are 24. അപ്പോൾ 6 4 24 അപ്പം ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ, ലെങ്ത് എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. ഈ അടിയിൽ അത് തന്നെയാണ് ഇവിടെ. അപ്പം ലെങ്ത് അല്ലെങ്കിൽ നീളം 6 സെൻറ്റിമീറ്ററും വീതി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ. 6 4 24. ഓക്കെ, ഇനി അടുത്തത് പുറത്തെ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ് എത്ര? അതായത് ഈ വലിയ ചതുരത്തിൻ്റെ പരപ്പളവ്. ഏതൊരു ചതുരത്തിൻ്റെ പരപ്പളവും കണ്ടുപിടിക്കണേ നീളം ഇൻറ്റു വീതിയാണ്. ഇതിൻ്റെ നീളം എത്രയാണ്? അപ്പം നമ്മളിത് കണ്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെ 20 പറഞ്ഞു. ഇവിടം തൊട്ട് ഇവിടം വരെ 6ഉം. അപ്പോൾ ഒട്ടാകെ എത്രയാണ്? ഇത് കണ്ടോ, 20ഉം 6ഉം. 20ഉം 6ഉം എത്രയാണ് നീളം? 26, 26. അപ്പോൾ 26 ആണ് നീളം. നീളം ഇൻറ്റു വീതിയാണ്. 26 നീളവും വീതി ഇവിടം തൊട്ട് ഇവിടം വരെ എത്രയാണ്? 10. ഇവിടം വരെ 10 അല്ലേ? ഇവിടം തൊട്ട് ഇവിടം വരെയോ? 4. അപ്പം 10ഉം 4ഉം കൂടി എത്രയായി? ഇതൊട്ടാകെ 10ഉം 4ഉം 14 അല്ലേ? ഇതൊട്ടാകെ 20ഉം 6ഉം 26. അപ്പം 26ഉം 14ഉം കൂടി ഗുണിച്ചാൽ മതി. അപ്പം നീളം ഇൻറ്റു വീതി വെച്ചാൽ 26ഉം 14ഉം കൂടി ഗുണിച്ച് നോക്കുക. അപ്പം ഗുണിച്ച് നോക്കാം. 26 ഇൻറ്റു 14 എത്ര വരിക? 6 4 24 4 62 24 8 2 10 1 6 6 1 2 2 4 6 3 എത്ര വരിക? 364. 364 ചതുരശ്ര സെൻറ്റിമീറ്റർ അല്ലെ സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയാം. അതാണ് അതിൻ്റെ പരപ്പളവ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്രവർത്തനം പൂർത്തിയായി. ഇനി മൂന്നാമത്തെ പ്രവർത്തനം നോക്ക്. വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയുടെ ഭാഗമായിട്ട് 205 BPL കുടുംബങ്ങൾക്ക് LED ബൾബുകൾ നൽകാനായി 1 ലക്ഷം രൂപ നീക്കിവെച്ചു. ഇവിടെ എന്താ? വെട്ടൂർ ഗ്രാമപഞ്ചായത്ത്. ഒരു ഗ്രാമപഞ്ചായത്തിൻ്റെ പേരാണ് വെട്ടൂർ. വാർഷിക പദ്ധതി, വർഷത്തിലൊരിക്കൽ നടക്കുന്ന പദ്ധതി എന്നാണ് വാർഷിക പദ്ധതി. അതിൻ്റെ ഭാഗമായിട്ട് 205 BPL കുടുംബങ്ങൾക്ക്, BPL അതായത് പാവപ്പെട്ട 205 പാവപ്പെട്ട കുടുംബങ്ങൾക്ക്
LED ബൾബുകൾ നൽകാനായി അവർക്കെല്ലാം ബൾബ് നൽകാൻ തീരുമാനിച്ചു. LED ബൾബ് 1,00,000 രൂപ നീക്കി വെച്ചു. അതിന് 1,00,000 രൂപ വേണം. ഒരു കുടുംബത്തിന് 156 രൂപയുടെ 2 ബൾബുകളും ഒരു കുടുംബത്തിന് 156 രൂപ വില വരുന്ന 2 ബൾബ് കൊടുക്കും. അപ്പോൾ 156ന് 2 ബൾബ് വെച്ചാൽ 156ൻ്റെ ഒരു ബൾബ് അല്ലേ, 156ന് മറ്റൊരു ബൾബ്. അപ്പോൾ എത്രയാവും? 156ൻ്റെ 2 ബൾബ് എന്ന് വെച്ചാൽ 156 × 2. 156 × 2 എത്ര വരിക? 26 12 2 ശിഷ്ടം 1 25 10 1 11 1 ശിഷ്ടം 1 1 2 2 1 3 312 രൂപയുടെ ബൾബാണത്. ഓക്കെ, അപ്പം 156 രൂപയുടെ 2 ബൾബും 210 രൂപയുടെ ഒരു ബൾബുമാണ് നൽകുന്നത്. 210 രൂപയുടെ എന്താണ്? ഒരു ബൾബ്. അപ്പം 2 ബൾബിനും കൂടി 312. അതിനോടുകൂടി 210 രൂപയുടെ വേറൊരു വലിയ ബൾബും കൊടുക്കും. അപ്പോൾ ഒരു കുടുംബത്തിന് 2 2 522 രൂപയുടെ ബൾബ് ഒരു കുടുംബത്തിന് കൊടുക്കും. ഓക്കെ, ഒരു കുടുംബത്തിന് എത്ര രൂപയുടെ ബൾബാണ് കിട്ടുന്നത്? ഇവിടെ ചോദിക്കേണ്ടത് ഒരു കുടുംബത്തിന് ആകെ എത്ര രൂപയുടെ ബൾബാണ് ലഭിക്കുന്നത്? ഒരു കുടുംബത്തിന് എത്രയാണ്? 156 രൂപയുടെ അല്ലേ, 156 രൂപയുടെ 2 അപ്പം 312 രൂപയായി. അതിൻ്റെ കൂടെ ഒരു 210 രൂപയുടെ ഒരു ബൾബും കൂടി, ഒട്ടാകെ 522 രൂപ. അപ്പം എത്രയാണ്? 522 രൂപയുടെ ബൾബാണ് ഒരു കുടുംബത്തിന് കൊടുക്കുന്നത്. പഞ്ചായത്ത്, രണ്ടാമത്തെ ചോദ്യം, പഞ്ചായത്തിന് ബൾബുകൾ വാങ്ങുന്നതിനായി എത്ര രൂപ ചെലവാകും? അപ്പം വെട്ടൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക 205 BPL കുടുംബങ്ങൾക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു കുടുംബത്തിന് 522 രൂപ ചെലവാകുമെങ്കിൽ 205 കുടുംബത്തിന് അപ്പോൾ അതുപോലെ 205 കുടുംബമുണ്ട്, അവർക്ക് ഇത്രയും രൂപയുടെ ബൾബ് കൊടുത്താൽ എത്ര രൂപയാകുമെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 522നെ 205 കൊണ്ട് ഗുണിക്കുക. 522നെ 205 കൊണ്ട് ഗുണിച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടുമെന്ന് നോക്കുക. ഓക്കെ, അപ്പം ഒരു കുടുംബത്തിന് 522, അതുപോലെ 205 കുടുംബത്തിനാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഗുണിച്ച് നോക്കുക. 5 10 0 ശിഷ്ടം 1, 5 10 1 11 1 ശിഷ്ടം 1, 5 25 1 26, 0 × 2 0, 0 × 2 0, 0 × 5 0. ഓക്കെ, അടുത്ത 2 2 4, 2 2 4, 5 10, 0 1, 6 4 10 0 ശിഷ്ടം 1, 4 2 6 1 7 0 1. അപ്പം ഇത് ഒറ്റ 10 100 1000 10000 ഇത്ര 1,07,010 രൂപ ചിലവാണ്. എത്രയാണ്? 1,07,010 rupees. 1,07,010 രൂപ. 1,07,010 rupees. പക്ഷേ ഇവിടെ ആകെ അനുവദിച്ച് 1,00,000 മാത്രമാണ് അല്ലേ, 1,00,000 രൂപയേ ഉള്ളൂ. പക്ഷേ അവിടെ ചിലവാകുന്ന എത്രയാണ്? 1,07,010 രൂപ. 1,00,000 കൂടുതൽ പൈസ ചിലവാകും. ഇപ്പോൾ ഇവിടെ ബൾബുകൾ വാങ്ങാൻ പഞ്ചായത്ത് ഇനി എത്ര രൂപ കൂടി നീക്കി വെക്കണം? അപ്പം ഈ 1,00,000 കൊണ്ട് തീരില്ല, കൂടുതൽ പൈസ കണ്ടെത്തണം അല്ലേ. 1,07,010 രൂപയാകും ചിലവ്. പക്ഷേ 1,00,000 രൂപയെ പഞ്ചായത്തിനുള്ളൂ. അപ്പോൾ ബാക്കി എത്ര രൂപ കണ്ടെത്തണം? 1,07,010 രൂപയിൽ നിന്നും 1,00,000 കുറയ്ക്കുക. 1,00,000 കുറച്ച് കഴിഞ്ഞാൽ 0 1 0 7 0 1 0. എത്ര രൂപ കണ്ടെത്തണം? 7,010 രൂപ എന്ത് ചെയ്യണം? പഞ്ചായത്ത് വീണ്ടും കണ്ടെത്തണം വേണ്ടേ? 7,010 rupees എക്സ്ട്രാ കണ്ടെത്തണം. എത്രയാണ് കണ്ടെത്തുന്നത്? 7,010 rupees.
അപ്പോൾ 1,00,000 റുപ്പീസ് മാത്രമേ എന്തുള്ളൂ പഞ്ചായത്തിലുള്ളൂ. ഇവർ ഈ രീതി ബൾബ് കൊടുക്കുകയാണെങ്കിൽ എത്ര പൈസ വേണം? 1,07,010 റുപ്പീസ് വേണം. അപ്പം 1,00,000-നേക്കാളും എത്ര രൂപ കൂടുതൽ വേണം? 7,010 റുപ്പീസും കൂടി അവരെന്ത് ചെയ്യണം? എക്സ്ട്രാ ഉണ്ടെങ്കിലേ ഇവർ വിചാരിച്ച രീതിയിൽ ഈ ബൾബ് മേടിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പം അതാണ് ഇവിടെ ചോദിച്ചത്, ബൾബുകൾ വാങ്ങാൻ പഞ്ചായത്ത് ഇനി എത്ര രൂപ കൂടി നീക്കി വെക്കണം, കൂടുതൽ എത്ര വേണം? എത്രയാണ്? 7,010 റുപ്പീസ്, 7,010 രൂപയും കൂടി കണ്ടെത്തി. ഇനി അടുത്തിരിക്കുന്നത് 4ാമത്തെ പ്രവർത്തനം, ഉത്തരം എഴുതുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ 6ന്റെയും 9ന്റെയും ഗുണിതമായ സംഖ്യ ഏത്? 6ന്റെയും 9ന്റെയും ഗുണിത പട്ടികയിൽ വരുന്ന സംഖ്യ ഏതൊക്കെയാണ്? 63. 63 6ന്റെ ഗുണപട്ടികയിൽ വരുമോ? എവിടെയെങ്കിലും ഉണ്ടോ 6ന്റെ ഗുണപട്ടികയിൽ 63? ഇല്ല അല്ലേ? എവിടെയാണ് വരുന്നത്? 6ന്റെ ഗുണപട്ടികയിൽ എവിടെയാണ് വരുന്നത്? എവിടെയില്ല, അതില്ല. 36 6ന്റെ ഗുണപട്ടിക വരുമോ? 36 വരും. 6ന്റെ ഗുണപട്ടികയിൽ 36 വരും അല്ലേ? ഇനി 9ന്റെ ഗുണപട്ടികയിൽ 36 വരുമോ? 9ന്റെ ഗുണപട്ടികയിലും 36 വരും. അപ്പം 6ന്റെയും 9ന്റെയും ഗുണപട്ടികയിൽ ആര് വരും? 36 വരും. ഇനി ഈ തന്നിരിക്കുന്ന 43 നോക്കിയേ. 43 6ന്റെ ഗുണപട്ടികയിൽ വരുന്നുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പം അത് ഒഴിവാക്കാം. ഇനി 48 6ന്റെ ഗുണപട്ടികയിൽ വരുമോ? 48 6ന്റെ ഗുണപട്ടികയിൽ വരും അല്ലേ? കറക്റ്റ്. 48 9ന്റെ ഗുണപട്ടികയിൽ വരുമോ? ഇല്ല. അപ്പം ഇതിൽ 6ന്റെ വരില്ല ഇല്ല. അപ്പോൾ 2ലും വരുന്നത് ഏതാണ്? 36 ആണ്. ഇതാണ് എൻ്റെ 6ന്റെയും 9ന്റെയും ഗുണപട്ടികയിൽ വരുന്ന സംഖ്യ. ഇവിടെ ഏതാണ്? 36 ആണ്. ഇതാണ് 6ന്റെയും വരും 9ന്റെയും വരും. ഇവിടെ ഇത് 6ന്റെ വരില്ല, ഇവിടെ വരില്ല, ഇവിടെ വരില്ല. അപ്പം അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? മാറ്റി എഴുതണം. ഓക്കെ. ഇനി അടുത്താണ് എന്താണ്? 6ന്റെയും 9ന്റെയും ഏറ്റവും ചെറിയ പൊതുഗുണിതം ഏത്? 6ന്റെയും 9ന്റെയും ഏറ്റവും ചെറിയ പൊതുഗുണിതം കണ്ടുപിടിക്കുക വെച്ചാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ LCM കണ്ടുപിടിക്കുക എന്നാണ്. അപ്പം 6ഉം 9ഉം കൂടി ഒരുമിച്ച് ഹരിക്കുക. ഇങ്ങനെ 6നെയും 9നെയും ഒരുമിച്ച് ഹരിക്കാൻ പറ്റിയ സംഖ്യയുണ്ടോ? 6നെയും 9നെയും 2 ആണോ അതോ 3 ആണോ? 3 അല്ലേ വരുന്നത്. 6ൽ എത്ര തവണ 3 പോകും? 2 തവണ അല്ലേ? 9ൽ എത്ര തവണ 3 പോകും? 3 9 അല്ലേ? ഇനി 2നെയും 3നെയും ഒരുപോലെ ഹരിക്കാൻ പറ്റിയ വല്ല സംഖ്യയുണ്ടോ? ഇല്ല. അപ്പം നമ്മൾ ഇത് 3ഉം കൂടി ഗുണിച്ചാൽ മതി. ഈ 3 സംഖ്യ കൂടി ഗുണിക്കുക. അത് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയും. ഓക്കെ. അപ്പം 3ഉം 2ഉം 3ഉം കൂടി ഗുണിക്കുക. എത്ര കിട്ടും? 3 2 എത്രയാണ്? 6 അല്ലേ? 23 6 23 6 6 3 എത്രയാണ്? 6 3 3 6 18. അപ്പോൾ 6ന്റെയും 9ന്റെയും ഏറ്റവും ചെറിയ പൊതുഗുണിതം എന്ന് പറയുന്നത് എത്രയാണ്? 18 ആണ്. 18നെ 6 കൊണ്ട് ഗുണിക്കുക അല്ലേ? 1 6 6 2 6 12 3 6 18. 9ൻ്റെ എടുത്താലോ? 1 9 9 29 18. അപ്പം ഈ 2ന്റെയും ഗുണനപ്പട്ടികയിൽ 18 വരും. അതാണ് ഏറ്റവും ചെറിയ പൊതുഗുണിതം. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം 144-നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതുക. 144 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി എഴുതാൻ 144 ഘടകക്രിയ ചെയ്യണം. ഇങ്ങനെ 144. ഇപ്പോൾ 144 അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായിട്ട് പ്രൈം നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് പ്രൈം നമ്പേഴ്സ്. ഇപ്പോൾ 144നെ ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കാൻ പറ്റുക? 2. അപ്പോൾ 2 കൊണ്ടാകുമ്പം 14ൻ്റെ പകുതി, 14ൻ്റെ പകുതി എത്രയാണ്? 7. 4ൻ്റെ പകുതിയോ? 2. ഇനി 72നെ അടുത്ത ഏത് സംഖ്യ കൊണ്ടാണ് ഹരിക്കാൻ പറ്റുക?
അഭാജ്യസംഖ്യ പ്രൈം നമ്പർ 2. 7ൽ എത്ര 2 പോകും? 7ന്റെ പകുതി 3 ആണല്ലേ? 3. 3 2s are 6 ആണ്. ഇത് 7 ആണ്. അപ്പോൾ 1 ശിഷ്ടം വന്നിട്ടുണ്ട്, 1 കൂടുതലാണ്. ആ 1നെ ഇപ്പുറത്തേക്ക് കൂട്ടിച്ചേർക്കും. അപ്പോൾ ഇത് 12 ആയി മാറും. 12ന്റെ പകുതി എത്രയാ? 6. 36നെ ഏതുകൊണ്ടാണ് നമുക്ക് ഹരിക്കാൻ പറ്റുന്നത്? 2. 3ൽ എത്ര തവണ 2 പോകും? 1 തവണ. അപ്പോൾ 1 2s are 2 ആണ്. ഇത് 3 ആയതുകൊണ്ട് 1 കൂടുതലാണ്. അപ്പം 16 ആവും. 16ന്റെ പകുതി എത്രയാണ്? 8. 16ന്റെ പകുതി 18. 18നെ 2 കൊണ്ട് ഹരിക്കാം. 18ന്റെ പകുതി എത്രയാ? 18ന്റെ പകുതി 9. 9നെ ഇനി 2 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല അല്ലേ? 9 ഓഡ് നമ്പറാണ്. 9നെ ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റില്ല? 3. എത്ര 3 പോവും 9ൽ? 3 3s are 9. 3നെ ഏതുകൊണ്ട് ഹരിക്കാൻ പറ്റുള്ളൂ? 3 കൊണ്ട്. 3ൽ എത്ര തവണ പോകും? 1 തവണ. അപ്പോൾ 144നെ നമുക്ക് പ്രൈം നമ്പേഴ്സ്, മൾട്ടിപ്ലിക്കേഷൻസ് ഓഫ് പ്രൈം നമ്പേഴ്സ് അല്ലെങ്കിൽ അഭാജ്യസംഖ്യകളുടെ ഗുണനമായിട്ട് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഇതെല്ലാം കൂടി ഗുണിച്ചാൽ മതി. 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലേ? 1 2 3 4 2. 1 2 3 4 2ഉം അതുപോലെ 2 3ഉം. ഓക്കെ, അപ്പോൾ ഇതാണ് 144നെ അഭാജ്യസംഖ്യകളുടെ ഗുണനമായിട്ട് എഴുതുന്നത്. എങ്ങനെയാണ്? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3. അതാണ് അതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത്. ഇനി അടുത്തത് 2 സംഖ്യകളുടെ ഗുണനഫലം എത്രയാണ്? 2 സംഖ്യകളുടെ ഗുണനഫലം എന്ന് പറയുന്നത് 64 ആണ്. അവയുടെ വൻ പൊതുഘടകം 4 ആയാൽ ചെറു പൊതുഘടകം എത്ര? അപ്പം ഒരു പൊതുഘടകം 4 ആണ്. അപ്പോൾ 2 അഭാജ്യസംഖ്യകളുടെ ഗുണനഫലം, 2 അഭാജ്യസംഖ്യകൾ, അതിൻ്റെ ഗുണനഫലം 64 ആണ്. അവയുടെ വൻ പൊതുഘടകം 4 ആയാൽ ചെറു പൊതുഘടകം എത്ര എന്ന്. പൊതുഘടകം 64നെ നമുക്ക് അഭാജ്യസംഖ്യകൾ കൊണ്ട് ഗുണിച്ചാൽ 2 കൊണ്ട് എത്ര കിട്ടും? 6ന്റെ പകുതി 32. 2 എത്രയാണ്? 32ന്റെ പകുതി 16. 16ന്റെ പകുതി 8. 8ന്റെ പകുതി 2. 8ന്റെ പകുതി 4. 2 1. 64 നമുക്ക് എങ്ങനെ എഴുതാം? 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 അല്ലേ? 2 3 4 5 6. 1 2 3 4 5 6. അപ്പോൾ ഇവിടെ 2 സംഖ്യകളുടെ ഗുണനഫലം 64 ആണ്. അവയുടെ വൻ പൊതുഘടകം 4 ആയാൽ ചെറു പൊതുഘടകം എത്ര എന്നാണ്. അപ്പോൾ വൻ പൊതുഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ HCF, LCM. അത് കണ്ടുപിടിക്കാൻ നമ്മൾ 64നെ 4 കൊണ്ട് ഹരിച്ചാൽ മതി. എങ്കിൽ ഈ 2 കളഞ്ഞാൽ ബാക്കിയുള്ളത് എത്രയാണ്? 2 2 4, 2 2 4. 4 എത്രയാണ്? 16 അല്ലേ? അപ്പോൾ 16 ആണ് വരിക. എത്രയാണ്? 16. അടുത്ത 15 കിലോഗ്രാം അരി 4 ചെറിയ സഞ്ചികളിലായി തുല്യമായി നിറയ്ക്കുന്നു. ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരിയുണ്ട്? 15 കിലോഗ്രാം അരി എന്താണ്? 4 ചെറിയ സഞ്ചികളിലായിട്ട് തുല്യമായി നിറയ്ക്കുന്നു. അപ്പോൾ 15നെ 4 സഞ്ചികളിലേക്കാക്കി മാറ്റണം. ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം അരിയുണ്ട്? അത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 15നെ 4 ആയിട്ട് ഭാഗിക്കണം, ഡിവൈഡ് ചെയ്യണം. 15നെ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഒന്ന് ഹരിച്ചു നോക്കാം. 15 ഡിവൈഡഡ് ബൈ 4. 15ൽ എത്ര 4 പോകും?
3 3 12 ശിഷ്ടം എത്രയാണ്? ശിഷ്ടം 5 3. അപ്പോൾ ഇതിനെ നമ്മൾ ഒരു മിക്സഡ് ഫ്രാക്ഷൻ ആക്കി എഴുതണം. ഏതാണ്? 3 വലുതാക്കി എഴുതുക. 3 കിലോ ഫുള്ളായിട്ട് കൊള്ളും. ബാക്കിയുള്ളതിനെ 3 മുകളിൽ എഴുതുക ബൈ ഹരിച്ച സംഖ്യ 4 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 3 3/4. 3/4 എന്ന് വെച്ചാൽ അത് 3/4 എന്നാണ് അർത്ഥം. 4 1/2 3/4. അപ്പോൾ ഓരോ സഞ്ചിയിലും 3.25 കിലോ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 3.25 3 3/4 കിലോഗ്രാമാണ് ഓരോ സഞ്ചിയിലും നിറയ്ക്കാൻ പറ്റുക. അടുത്ത 2 കിലോഗ്രാം പയർ 3 ചെറിയ സഞ്ചികളിലായി തുല്യമായി നിറയ്ക്കുന്നു. ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം പയറുണ്ട്? അപ്പോൾ 2 കിലോഗ്രാം ആണുള്ളത്. അതിനെ 3 എന്താണ് ചെറിയ സഞ്ചികളിലായിട്ട്, അപ്പോൾ 2 കിലോഗ്രാമിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. തുല്യമായിട്ട് നിറയ്ക്കുന്നു. ഒരു സഞ്ചിയിൽ എത്ര കിലോഗ്രാം പയർ? എത്ര കിലോഗ്രാം പയറുണ്ടെന്നാണ്. അപ്പം 2നെ 3 കൊണ്ട് ഹരിക്കുക. അതല്ലെങ്കിൽ 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? 2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഗ്രാമാണ്? ഓക്കെ, എന്നാലും വേണ്ട. ഇങ്ങനെയാണ് 2നെ 3 കൊണ്ട് തന്നെ ഹരിക്കാം. നമുക്ക് 2 ഹരിക്കണം 3. 2ൽ 3 പോവോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇടണം അല്ലേ? ദശാംശ സംഖ്യ ആക്കണം. ദശാംശ സംഖ്യ ഇല്ല. ഓക്കെ, അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം. 2 കിലോ എന്ന് വെച്ചാൽ 2000 ഗ്രാമാണ്. 2000 ഗ്രാമിനെ 3 കൊണ്ട് ഹരിക്കുക. അപ്പം നമുക്ക് എത്ര കിട്ടും നോക്കാം. 2000 ഹരിക്കണം 3. 20ൽ എത്ര 3 പോവും? 6 അല്ലേ? 3 6 18. ശിഷ്ടം 20ൽ നിന്ന് 18 പോയാൽ 2. 20ൽ എത്ര 3 പോവും? 6. 3 6 18. വീണ്ടും ശിഷ്ടം 2. 3 6 18. 20ൽ നിന്ന് 18 കുറച്ചാൽ 2. ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അല്ലേ? ഇനി അതല്ലെങ്കിൽ 2 6 6 6 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ 2 കിലോഗ്രാം പയർ 3 സഞ്ചികളാക്കി ഇറങ്ങിയാൽ നമുക്ക് 2/3 കിലോഗ്രാം എന്ന് മാത്രം എഴുതിയാൽ ഇതിൻ്റെ ഉത്തരം ശരിയാണ്. 2 കിലോഗ്രാമിനെ 3 ആയിട്ട് ഭാഗിച്ചു. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ എഴുതിയാലും മതി. 2 കിലോഗ്രാം ബൈ 3. 2/3 എന്ന് എഴുതിയാലും ഉത്തരം ശരിയാകും. അടുത്ത അരി, പയർ എന്നിവ നിറച്ച ഓരോ സഞ്ചികൾ അമ്മുവിന് ലഭിച്ചു. അവയുടെ ആകെ ഭാരം എത്ര? അപ്പം അരിയും പയറും നിറച്ച സഞ്ചിയാണിത്. അപ്പം ആകെ ഭാരം എന്ന് വെച്ചാൽ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. എങ്ങനെ? 3.25 കിലോയും 2/3 കിലോയും കൂടി കൂട്ടണം. അപ്പോൾ എത്രയാകുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ടും കൂട്ടി നോക്കാം. അപ്പോൾ 3 3/4 2/3 കൂടി എങ്ങനെയാണ് കൂട്ടുന്നത് നോക്കാം. 3 3/4 2/3 കൂടി എങ്ങനെയാണ് കൂട്ടുന്നത് നോക്കാം. ആദ്യം ഇതിനെ ഫ്രാക്ഷൻ ആക്കണം. അപ്പോൾ എങ്ങനെ വരിക? 3 4s are 3 12 3 15/4 2/3. ഇതിൻ്റെ ഡിനോമിനേറ്റേഴ്സ് ഛേദങ്ങൾ ഒരുപോലെ ആക്കണം. അങ്ങനെ എന്ത് ചെയ്യണം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പം 15നെ 3 കൊണ്ട് ഗുണിക്കുക പ്ലസ് 2നെ എന്തുകൊണ്ട് ഗുണിക്കണം? 4 കൊണ്ട് ഗുണിക്കുക ബൈ ഇത് 2 4 3 കൂടി ഗുണിക്കുക. 15നെ 3 കൊണ്ട് ഗുണിച്ചാൽ 45. 24 8 3 12. 45 8 കൂടി കൂട്ടിയാൽ 53/12. 53/12 എന്ന് കിട്ടും അല്ലേ? അപ്പോൾ ഇതിനെ നമുക്ക് ലഘൂകരിക്കാൻ സാധിക്കുമോ? 53നെ ഇല്ല.
53/12 അത് തമ്മിൽ കൂട്ടിയാണ് കിട്ടുക. എത്രയാണ്? 53/12. അടുത്ത നോക്കാം. അടുത്ത പ്രവർത്തനം 6ാമത്തെ പ്രവർത്തനമാണ്. 2011 സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളുടെ സാക്ഷരതാ നിരക്കാണ് ബാർ ഡയഗ്രാമിൽ നൽകിയിരിക്കുന്നത്. സാക്ഷരതാ നിരക്ക് പല ജില്ലകളുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിരക്കാണ്. തമിഴ്നാട്, കർണാടകം, കേരളം, ഉത്തർപ്രദേശ്, ബീഹാർ, ഒഡീഷ. ഇവിടെ 10ൻ്റെ ഗുണനപ്പട്ടികയാണ്. 10, 20, 30, 40, 50, 60, 70, 80, 90, 100. തമിഴ്നാടിന് സാക്ഷരതാ നിരക്ക് എത്രയാണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാടിന് എത്രയാണ്? 80. കർണാടകം 70 ആണോ? 70-ലല്ല, 70-നും 80-നും ഇടയിൽ. അപ്പോൾ 75 ആണ് കേട്ടോ. കേരളം 50 അല്ല, 55, 50-നേക്കാളും കൂടുതലുണ്ട്. ഉത്തർപ്രദേശ് എത്രയാണ്? 70. ബീഹാർ 65. ഒഡീഷ 75. അപ്പോൾ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏത്? സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം കേരളമാണ്. ഇതാണ് കേരളം. കേരളത്തിൻ്റെയാണ് ഏറ്റവും പൊന്തിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, കേരളം. സാക്ഷരതാ നിരക്ക്, അടുത്ത ചോദ്യം. സാക്ഷരതാ നിരക്ക് ഏറ്റവും കുറവുള്ള സംസ്ഥാനം ഏത്? ഇത് ഏറ്റവും ചെറിയത് ഇതാണല്ലേ, ഏറ്റവും ചെറുത് 60. ബീഹാറാണ്. ഏതാണ്? ബീഹാർ. ഇനി 70-നും 80-നും ഇടയിൽ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനങ്ങൾ ഏതൊക്കെ? 70-നും 80-നും ഇടയിൽ. 70-ഉം 80-നും ഇടയിലുള്ളത് ഇതല്ലേ? യെസ്, ഇതാണ് കർണാടകം അല്ലേ? കർണാടകമാണ് 70-നും 80-നും ഇടയിലുള്ളത്. അടുത്തത്, സാക്ഷരതാ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് സംസ്ഥാനങ്ങൾ ക്രമമായി എഴുതുക. കൂടിയതിൽ നിന്ന്, സാക്ഷരതാ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയതിൽ നിന്ന് കുറഞ്ഞതിലേക്ക് ക്രമമായിട്ട്. ഏറ്റവും കൂടുതൽ ആരാണ്? കേരളം. നമുക്ക് കേരളമാണ് ആദ്യം. കേരളം കഴിഞ്ഞാൽ പിന്നെ ഏതാണ്? പിന്നെയുള്ളത് തമിഴ്നാടാണ് അല്ലേ? 80 ഉള്ളത് തമിഴ്നാട്. അതിനുശേഷം ഇത് 70. ഒഡീഷ എത്രയാണ്? ഒഡീഷ 70. കർണാടകം 80. അപ്പം തമിഴ്നാടാണ് രണ്ടാമത് വരുന്നത്. തമിഴ്നാട്. പിന്നെ വരുന്നത് ഒഡീഷ. ഒഡീഷയാണ് മൂന്നാമത്. 1, 2, കർണാടകം 3, പിന്നെയോ പിന്നെ ഇത് കുറച്ച് കൂടുതൽ അല്ലേ? ഒഡീഷ 4, 2. ഇതാണല്ലേ മൂന്നാമത്. കർണാടകമാണ് മൂന്നാമത് വരുന്നത്. കർണാടകം മൂന്നാമത് വരും, ഒഡീഷ 4ാമത് വരും. യെസ്, കറക്റ്റ്. ഒഡീഷ. കേരളം കഴിഞ്ഞ് തമിഴ്നാട്. തമിഴ്നാട് കഴിഞ്ഞാൽ കർണാടകം. കർണാടകം കഴിഞ്ഞാൽ ഒഡീഷ. ഒഡീഷ കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഉത്തർപ്രദേശും ബീഹാറും. ഉത്തർപ്രദേശ്, ബീഹാർ. അപ്പോൾ ഈ രീതിയിലാണ് കേരളം, തമിഴ്നാട്, കർണാടകം, ഒഡീഷ, ഉത്തർപ്രദേശ്, ബീഹാർ. ഇനി ബാർ ഡയഗ്രത്തിനെ അടിസ്ഥാനമാക്കി ഒരു ചോദ്യം തയ്യാറാക്കുക. നമുക്ക് എന്ത് ചോദ്യം വേണമെങ്കിലും തയ്യാറാക്കാം. എന്താണ്? അപ്പോൾ
ആ ഒരേ സാക്ഷരതാ നിരക്ക് വന്നിരിക്കുന്ന സംസ്ഥാനം ഏതൊക്കെയെന്ന് വേണേൽ ചോദിക്കാം. കർണാടകവും ഒഡീഷയും ഒരേ സാക്ഷരതാ നിരക്കുള്ള സംസ്ഥാനമാണ്. ഇനി വേണമെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാം. സാക്ഷരതാ നിരക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കൂടുതൽ നിന്നും കുറവാണ്. നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, കുറവിൽ നിന്ന് കൂടുതലേക്കുള്ള സംസ്ഥാനം ക്രമമായിട്ട് എഴുതുക. നേരെ തിരിച്ചെഴുതിയാൽ മതി. ഓക്കെ, അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാക്കാം. പിന്നെ ആകെ സാക്ഷരതാ നിരക്ക് എത്ര എന്ന് വേണമെങ്കിൽ ചോദിക്കാം. കേരളവും തമിഴ്നാടും തമ്മിലുള്ള സാക്ഷരതാ നിരക്കിൻ്റെ വ്യത്യാസം എത്രയാണെന്ന് ചോദിക്കാം, അല്ലേ? അങ്ങനെ നമുക്ക് പല ചോദ്യങ്ങൾ ചോദിക്കാം. അതിലേതെങ്കിലും ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിന് ഉത്തരമായി. അപ്പം ഇത്രയുമാണ് ഈ ചോദ്യപേപ്പറിലെ ചോദ്യങ്ങൾ. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.